യൂസഫ്, ദാ ഇങ്ങനെ നിന്നെ ബലം പ്രയോഗിച്ചൂടെ കൊണ്ടുവരേണ്ടി വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ചന്ദ്രേട്ടന്. ഒരു സിഗരറ്റ് വേണോ നിനക്കൊന്ന് റിലാക്സ് ചെയ്യാൻ? ഓർ എ ഡ്രിങ്ക്? ചന്ദ്രേട്ട, നിങ്ങള് കൂൾ ഡൗൺ യൂസഫ്. കണ്ണിന്റെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രേട്ടനെ കാണുമ്പോ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നീ എന്ന് എനിക്കറിയാം. ഇത്രയധിക കാലം ആട്ടും തുപ്പും അധിക്ഷേപം ഒക്കെ സഹിച്ച് നിന്നെപ്പോലെ തന്നെ രവിയുടെ കൂടെ നിന്നവനാ ഈ ഞാനും. പക്ഷേ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഒറ്റയടിക്ക് ചന്ദ്രേട്ടനെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാം അങ്ങ് കൈയടക്കി കളയാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ. നോ, നെവർ. നിന്റെ രവി എപ്പോഴും ഇങ്ങനെ ചന്ദ്രേട്ടനെ കളിയാക്കി പറയാറില്ലേടാ, ഗാംബ്ലർ എന്ന്. ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാ ചന്ദ്രേട്ടൻ ഇപ്പോഴും, ചൂതാട്ടക്കാരൻ. സോ ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രേട്ടൻ കൂറുമാറി ചവിട്ടുന്നു. ചന്ദ്രേട്ടൻ തനിച്ചല്ല, കൂടെ നീയും. എന്താ രവി നിന്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് എഴുതി വയ്ക്കൂന്ന് വീമ്പിളക്കുന്നത് പോലെ ദുബായ് പോർട്ടിലെ 1.25 ചക്രത്തിന്റെ ഉണക്കമീൻ കച്ചവടം അല്ല ഇത്. ദാ ഒന്ന് മൂളിയാ മതി നീയ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ബോംബെയില്. നീ ചോദിക്കുന്ന പണം നിനക്ക് തരും ഭട്ടാജി, ഇൻ ക്രോഴ്സ്. പകരം കൂടെ നിന്ന് ഒപ്പം നടന്ന് ഈ ഭട്ടാജിയുടെ കാൽ ചുവട്ടിക്കൊണ്ടു എറിഞ്ഞു കൊടുക്കണം നമുക്ക് രവിയെ. गोली मार दूंगा तेरे को। अरे खड़े रहो, जिंदा नहीं छोड़ूंगा तेरे को। खड़ा नो प्लीज। तो चुप कर प्लीज. मैं बोला ना चुप कर, समझाई से പ്ലീസ്. എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഹി ക്യാൻ ഗോ ബാക്ക്. ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു പോയിക്കോട്ടെ യൂസഫ്. अरे യെസ്, ജീവനോടെ വിട്ടാൽ ഇവനെല്ലാം ചെന്ന് രവിയോട് പറയും, അത്രയല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എന്നായാലും രവി ഇതൊക്കെ അറിയാനുള്ളതല്ലേ. പക്ഷെ അതിന്റെ പേരിൽ ഇവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ഹി ഷുഡ് ഗോ. ഭട്ടാജി, ഇറ്റ്സ് എ റിക്വസ്റ്റ്, പ്ലീസ്. हट जा साले, मर जा। ചന്ദ്രേട്ടന്റെ കാർ പുറത്തുണ്ട്, നിനക്ക് പോകാം. യൂസഫ്,